നമസ്കാരം. ഇന്നത്തെ ഈ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കോഴ്സിൽ പഠിപ്പിക്കുന്നതെന്നും CCTVയെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനുമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. CCTV നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഏരിയയാണ് അല്ലേ? ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ വളരെ പുതിയ ടെക്നോളജിയല്ല, എന്നാൽ ഈ അടുത്ത കാലത്ത് വളരെയധികം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ടെക്നോളജിയാണ് CCTV. CCTVയുടെ ഒരു സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗം അതിലെ ക്യാമറ തന്നെയാണ്. ക്യാമറ എങ്ങനെ പൊസിഷൻ ചെയ്യുന്നു എന്നനുസരിച്ചായിരിക്കും CCTVയിലെ റെക്കോർഡിംഗ് നടക്കുന്നത്. CCTV ക്യാമറകൾ പ്രധാനമായിട്ടും രണ്ടു തരം ക്യാമറകളാണ് ഉള്ളത്. നിങ്ങളിപ്പോൾ മുകളിൽ കാണുന്ന ക്യാമറകളുടെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ പറയുന്നതിന് ഡോം ക്യാമറകൾ എന്നാണ്. നോർമലി ഇത് ഇൻഡോർ പർപ്പസുകൾക്കാണ്. ഒരു ഓഫീസിനുള്ളിലോ ഒരു ഹാളിനുള്ളിലോ ഒക്കെ ക്യാമറ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡോം ക്യാമറകൾ യൂസ് ചെയ്യുന്നത്. ബുള്ളറ്റ് ക്യാമറകൾ ഔട്ട്ഡോർ പർപ്പസുകൾക്കാണ് യൂസ് ചെയ്യാറുള്ളത്. ഒരു റോഡിലേക്കോ ഒരു ഗ്രൗണ്ടിലോ ഒക്കെ നമുക്ക് ക്യാമറകൾ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ബുള്ളറ്റ് ക്യാമറകളാണ്. ഫോക്കൽ ലെങ്ത് കുറച്ചുകൂടി കൂടിയ ക്യാമറകളാണ് ബുള്ളറ്റ് ക്യാമറകൾ. ക്യാമറകൾ ഏതാണെങ്കിലും ക്യാമറയുടെ എൻഡിൽ ഇതുപോലെ ഒരു കേബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കുറച്ചു പേരെങ്കിലും വിശ്വസിക്കുന്നത് ക്യാമറയ്ക്കുള്ളിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്ത വീഡിയോ സേവ് ചെയ്യുന്നതായിരിക്കാം. എന്നാൽ അങ്ങനെയല്ല. ക്യാമറ വീഡിയോ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ഡിവൈസ് മാത്രമാണ്. ഇതിൽ ക്യാപ്ചർ ചെയ്യുന്ന വീഡിയോ ഈ കാണുന്ന കേബിൾ വഴി ഒരു റെക്കോർഡറിലേക്കാണ് എത്തുന്നത്. വീഡിയോ റെക്കോർഡറാണ്. റെക്കോർഡർക്ക് നമ്മൾ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ എന്നോ നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡർ എന്നോ പറയാറുണ്ട്. DVR അല്ലെങ്കിൽ NVR എന്ന് പറയാറുണ്ട്. DVRനെ കുറിച്ച് NVRനെ കുറിച്ച് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ വിശദമായിട്ട് പഠിക്കുന്നുണ്ടാവും. DVRന്റെ ബാക്ക് സൈഡ് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു 8 കണക്ടേഴ്സ് കാണുന്നുണ്ട് ഇവിടെ. 8 ചാനൽ DVR എന്നാണ് പറയുന്നത്. ഈ DVRൽ 8 ക്യാമറ കണക്ട് ചെയ്യാൻ സാധിക്കും. 4 ചാനലിലാണ് DVR സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 ചാനലാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് CCTVയുടെ ഔട്ട്പുട്ട് കാണുന്ന സ്ക്രീനുകളിൽ 4 പോർഷനായിട്ടായിരിക്കും വീഡിയോസ് കാണിക്കാറുള്ളത്. 8 പോർഷൻസ് ആയിരിക്കും കാണിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഓരോ CCTV ക്യാമറയിൽ നിന്നും വീഡിയോസ് DVRലേക്കോ NVRലേക്കോ ആണ് കണക്ട് ചെയ്യുന്നത്. ഈ DVRന്റെ ഉള്ളിൽ പ്രധാനമായിട്ടും ഉള്ളത് അതിൻ്റെ ഒരു സർക്യൂട്ട് ബോർഡും ഒരു ഹാർഡ് ഡിസ്കുമാണ്. ഹാർഡ് ഡിസ്കിലാണ് ഈ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ സേവ് ചെയ്യുന്നത് ഈ കാണുന്ന ഹാർഡ് ഡിസ്കിലാണ്. അപ്പോൾ ഹാർഡ് ഡിസ്കിന്റെ കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് കൂടുതൽ ഡേയ്സിലേക്ക് നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഇതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ നമ്മൾ എങ്ങനെയാണെന്നൊക്കെ പിന്നീട് പഠിക്കും. DVRന്റെ പവർ കൺസപ്ഷനെ കുറിച്ച് പലരും സംശയങ്ങളിൽ ചോദിക്കാറുണ്ട്. ഇത് വളരെയധികം പവർ സപ്ലൈ ആവശ്യമുള്ള, വളരെയധികം കറണ്ട് ആവശ്യമുള്ള ഒരു ഡിവൈസ് ആണോ? ഒരിക്കലുമല്ല. നമുക്ക് DVR എക്സ്ട്രാ ലോ വോൾട്ടേജ് ELV കാറ്റഗറിയിൽ വരുന്ന ഒരു ഡിവൈസ് ആണ്. വളരെ കുറഞ്ഞ വോൾട്ടേജിൽ 9 to 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസുകളാണ് CCTV അതിൻ്റെ ബന്ധപ്പെട്ട ഡിവൈസുകളെല്ലാം. നമ്മളിപ്പോൾ കാണുന്നത് ഒരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ്. ഈ അഡാപ്റ്റർ യൂസ് ചെയ്തിട്ടാണ് ഈ DVR വർക്ക് ചെയ്യാനുള്ള പവർ കൊടുക്കുന്നത്. ക്യാമറയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാമറയ്ക്ക് 2 കണക്ടറുണ്ട്. അതിൽ ഈ കാണുന്ന കണക്ടർ, റൗണ്ട് കണക്ടർ, നമ്മൾ കേബിൾ TVയിലൊക്കെ കാണുന്ന ടൈപ്പ് ഒരു കണക്ടറാണിത്. ഇതുവഴിയാണ് ഈ റെക്കോർഡ് ചെയ്ത വീഡിയോസ് DVRലേക്ക് പോകുന്നത്. സെക്കൻഡ് കണക്ടർ കുറച്ച് ചെറുതാണ്. ഇത് DC പവർ സപ്ലൈ കണക്ടറാണ്. ഇതാണ് ക്യാമറ വർക്ക് ചെയ്യാനുള്ള പവർ കൊടുക്കാറുള്ളത്. റൈറ്റ് സൈഡിൽ കാണുന്ന ടൈപ്പ് കണക്ടറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണയായിട്ട് സെറ്റ് ടോപ്പ് ബോക്സുകൾക്ക് അല്ലെങ്കിൽ മോഡം, പഴയ ലാൻഡ് ഫോൺ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് DC പവർ കൊടുക്കാൻ ഉപയോഗിക്കുന്ന അതേ കണക്ടർ തന്നെയാണ്. നമ്മൾ കണ്ടു പരിചയിച്ച അതേ കണക്ടർ തന്നെയാണിത്. ഇതുപയോഗിച്ചാണ് ക്യാമറയ്ക്ക് ആവശ്യമുള്ള പവർ കൊടുക്കാറുള്ളത്. അപ്പോൾ ക്യാമറയ്ക്ക് ഓരോ ക്യാമറയുടെ അടുത്ത് ഒരു അഡാപ്റ്റർ വെച്ചിട്ട് പവർ കൊടുക്കുക എന്ന് പറയുന്ന അത്രയ്ക്ക് എളുപ്പമുള്ള ഏർപ്പാടല്ല. നമ്മൾ പ്ലഗ് പോയിന്റ് ഒക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. അതിന് പകരമായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് DVR നമ്മൾ എന്തായാലും ഭദ്രമായിട്ടൊരു ഏരിയയിൽ വെക്കുന്നുണ്ടാവും. അതിനോട് ചേർത്ത് ഒരു പവർ സപ്ലൈ യൂണിറ്റ്, SMPS നമ്മൾ പറയും, ഒരു പവർ സപ്ലൈ യൂണിറ്റ് വാങ്ങിക്കുന്നുണ്ടാവും. ഈ പവർ സപ്ലൈ യൂണിറ്റ് ക്യാമറകൾക്ക് പവർ സപ്ലൈ കൊടുക്കാനായിട്ടാണ്. അതിന് ഓരോ ക്യാമറയിലേക്കും 2 വയർ, പ്ലസും മൈനസും, പോസിറ്റീവ് നെഗറ്റീവുമായിട്ട് 2 വയർസ് പോയിട്ട് പവർ കണക്ടറിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ എത്ര ക്യാമറയുണ്ടോ ഓരോ ക്യാമറയ്ക്കുള്ള പവർ എവിടുന്നായിരിക്കും പവർ വയർ പോകുന്നത് ഈ കാണുന്ന പവർ സപ്ലൈയിൽ നിന്നാണ്. നമ്മൾ എത്ര ചാനൽ DVR ആണോ വാങ്ങുന്നത് അതുമായിട്ട് കമ്പാറ്റബിൾ ആയിട്ടുള്ള
പവർ സപ്ലൈ യൂണിറ്റ് വാങ്ങേണ്ടതുണ്ട്. വീണ്ടും നിങ്ങൾക്ക് സംശയം, ഒരു ക്യാമറയ്ക്ക് വേണ്ടി തന്നെ 3 വയർ പോകണ്ടേ, അപ്പം ഫുള്ള് കേബിൾസിന്റെ ഒരു ബണ്ടിൽ ആവശ്യമില്ല എന്നാണ്. ഇതിനുള്ള സൊല്യൂഷൻ CCTVക്ക് വേണ്ടി ഒരു ബണ്ടിൽഡ് കേബിൾ തന്നെ വരുന്നുണ്ട്. നമ്മൾ ആ കേബിളിന് പറയുന്നതിൽ 3+1 കേബിൾ അല്ലെങ്കിൽ CCTV കേബിൾ എന്നൊക്കെയാണ് പറയാറുള്ളത്. ഈ 1 എന്ന് ഉദ്ദേശിക്കുന്ന ഇതിലെ മെയിൻ കേബിളാണ്. ഈ കേബിൾ വഴിയാണ് സിഗ്നൽസ്, വീഡിയോ സിഗ്നൽസ് DVRലേക്ക് പോകുന്നത്. ബാക്കിയുള്ള വയറുകൾ ചെറിയ വയറുകളാണ്. ഇവിടെയാണ് പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ വയർ വഴിയാണ് നമ്മൾ പവർ സപ്ലൈ ക്യാമറയ്ക്ക് ആവശ്യമായിട്ടുള്ള പവർ കണക്ട് ചെയ്യുന്നത്. പിക്ചർ നോക്കി ഞാൻ കാണാൻ പറ്റും. ഒരു കമ്പോണന്റ് CCTV ആണ്. CCTVയിൽ നിന്നും റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ മെയിൻ കേബിളിൽ കൂടി DVRലേക്ക് എത്തുന്നു. DVRന്റെ ഉള്ളിലുള്ള ഹാർഡ് ഡിസ്കിൽ സേവ് ചെയ്യുന്നു. ക്യാമറ വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള പവർ സപ്ലൈ നമ്മുടെ SMPS ക്യാമറയുടെ പവർ സപ്ലൈ യൂണിറ്റിൽ നിന്നും ക്യാമറ വർക്ക് ചെയ്യാനുള്ള പവർ സപ്ലൈ കണക്ട് ചെയ്ത് ക്യാമറയുടെ പവർ കണക്ടറിലേക്ക് എത്തിക്കുന്നു. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, മോണിറ്ററിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനിലോ ഒക്കെ ആയിരിക്കാം നമ്മൾ സാധാരണയായിട്ട് DVRന്റെ അല്ലെങ്കിൽ ക്യാമറയുടെ ഔട്ട്പുട്ട് കാണാറുള്ളത്. അതിനുവേണ്ടി നമ്മൾ DVRന്റെ ബാക്ക് സൈഡിൽ 2 തരം കണക്ടർ യൂസ് ചെയ്യാറുണ്ട്. ആദ്യം കണ്ട് നമ്പർ 1 എന്നിട്ടിരിക്കുന്നത് VGA കണക്ടർ. ഇത് യൂസ് ചെയ്തിട്ട് നമുക്കൊരു മോണിറ്ററിലേക്കോ TVയിലേക്കോ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ HDMI എന്ന് പറയുന്ന ടൈപ്പ് കണക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതിയാവും. ഈ DVRന്റെ ബാക്ക് സൈഡ് ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ്. ഈ കാണുന്നത് 4 ചാനലിൻ്റെ ഒരു DVR ആണ്. ഇതിനോട് ചേർന്ന് ഒന്നെങ്കിൽ HDMIയുടെ ഒരു പോർട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് മോണിറ്ററിലേക്ക് കണക്ട് ചെയ്യാം. ഇതല്ലാന്നുണ്ടെങ്കിൽ ഈ കാണുന്ന VGAയുടെ പോർട്ട് വെച്ച് 2 കേബിൾ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇത് മൈക്കുകളൊക്കെ കണക്ട് ചെയ്യാം. മൈക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യാനുള്ള മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള കണക്ടേഴ്സാണ് ഈ കാണുന്നത്. ഈ താഴെ കാണുന്ന 2 കണക്ടേഴ്സ് USB ആണ്. നമുക്ക് DVRനെ കൺട്രോൾ ചെയ്യാനുള്ള മൗസ് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ DVRനുള്ളിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ഒരു പെൻഡ്രൈവിലേക്ക് വരാൻ കണക്ട് ചെയ്യണം, പെൻഡ്രൈവ് കണക്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന USB ആണ് ഈ കാണുന്നത്. തൊട്ട് മുകളിൽ കാണുന്നത് നെറ്റ്വർക്ക് പോർട്ടാണ്. നമ്മൾ ഇതിലേക്ക് ഇന്റർനെറ്റിന് കണക്ഷനെ കൊടുക്കണമെങ്കിൽ മോഡത്തിൽ നിന്ന് വരുന്ന കേബിൾ കണക്ട് ചെയ്യുന്നത് ഈ കാണുന്ന പോർട്ടിലായിരിക്കും. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. പവർ സപ്ലൈ ആണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. പവർ കണക്ട് ചെയ്യാനായിട്ടാണ് അഡാപ്റ്ററിൽ നിന്ന് വരുന്ന ലൈനാണ് ഇവിടെ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത്യാവശ്യമുള്ള കമ്പോണൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷെ നമുക്കറിയാം, ഇപ്പോൾ എല്ലാവരും DVR അല്ലെങ്കിൽ CCTV ക്യാമറയുടെ കണ്ടന്റ് വ്യൂ ചെയ്യുന്നത് നമ്മൾ ഔട്ട് സ്റ്റേഷൻ ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്പിൽ അത് വ്യൂ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മൊബൈൽ ആപ്പിൽ വ്യൂ ചെയ്യണമെങ്കിൽ 2 സൈഡിലും, അതായത് DVRന്റെ സൈഡിലും ഫോണിന്റെ സൈഡിലും ഇന്റർനെറ്റ് കണക്ഷൻ ആവശ്യമാണ്. ഇന്റർനെറ്റ് കണക്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന മോഡം അല്ലെങ്കിൽ റൂട്ടറിൽ നിന്നും ഒരു കേബിള് DVRലേക്ക് എത്തിക്കണം. ഈ കേബിളിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Cat 5 അല്ലെങ്കിൽ Cat 6 കേബിളിനെ കുറിച്ച് പിന്നീട് ഡിസ്കസ് ചെയ്യും. അപ്പം റൂട്ടറിൽ എത്തിക്കുന്ന ഇന്റർനെറ്റിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് DVR വരെ എത്തിച്ചിരിക്കുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ആപ്പ് വഴി ഈ DVRലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ കണക്ഷനൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവും. ബേസിക്കലി ഒരു CCTV സിസ്റ്റം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ക്യാമറകളിൽ നിന്ന് വരുന്ന വീഡിയോസ് DVRൽ എത്തുന്നു. ക്യാമറയ്ക്കുള്ള പവർ സപ്ലൈ SMPS അല്ലെങ്കിൽ പവർ യൂണിറ്റിൽ നിന്ന് പോകുന്നു. റൂട്ടർ അഥവാ മോഡം DVRലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. മോണിറ്റർ വേണമെങ്കിൽ DVRൽ നിന്നൊരു കേബിൾ എടുത്ത് മോണിറ്ററിലേക്ക് കണക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഈ കോഴ്സിന്റെ ഉള്ളിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഇത്രയുമായിരിക്കും. അതായത് കേബിളിംഗ് തൊട്ട് തുടങ്ങുന്നുണ്ടാവും. CCTVയുടെ കേബിളിംഗ് 2 തരം കേബിളിംഗ് ഉണ്ട്. നോർമൽ CCTV കേബിളിംഗും Cat 6 കേബിളിംഗും 2 തരം കേബിളിംഗ്, ക്യാമറയുടെ സെലക്ഷൻ, അതിന്റെ കണക്ഷൻസ്, അത്തരം കാര്യങ്ങൾ, DVRന്റെ ബേസിക് കോൺഫിഗറേഷൻ, ഹാർഡ് ഡിസ്ക് എങ്ങനെയാണ് അതിന്റെ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പവർ സപ്ലൈയുടെ കണക്ടിവിറ്റി, ദെൻ DVRന്റെ അഡ്വാൻസ്ഡ് കോൺഫിഗറേഷൻ, നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കോൺഫിഗറേഷൻസ്, മൊബൈൽ ആപ്പ് കോൺഫിഗറേഷൻസ്. അതോടൊപ്പം തന്നെ CCTV സിസ്റ്റത്തിൽ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന കംപ്ലൈന്റുകൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചും ഡിസ്കഷൻ നടക്കുന്നുണ്ടാവും.